വചനോദയം. മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ. യേശു സിനഗോഗിൽ നിന്ന് ഇറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടി ശിമയോന്റെയും അന്ത്രയോസിന്റെയും ഭവനത്തിലെത്തി. ശിമയോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു. അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചുബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുക്കളെ പുറത്താക്കി. പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജനസ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു. കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവൻ പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം. അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ടും പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഗലീലയിലുടനീളം സഞ്ചരിച്ചു. വചന വിചിന്തനം. നമുക്ക് ചുറ്റുമുള്ള വേദനിക്കുന്നവരുടെ ലോകത്തിലേക്ക് എത്തിച്ചേരാനുള്ള ക്ഷണമാണ് ഇന്നത്തെ സുവിശേഷം. അതുപോലെ തന്നെ യേശുവിൻ്റെ അനുകമ്പയ്ക്കും രോഗശാന്തി ശുശ്രൂഷയ്ക്കും സാക്ഷ്യം നൽകുന്ന ഭാഗമാണിത്. ശിമയോൻ പത്രോസിൻ്റെ വീട്ടിലെത്തിയ യേശു പനി ബാധിച്ചു കിടക്കുന്ന അമ്മായിയമ്മയുടെ രോഗത്തിൽ നിന്ന് ആ സ്ത്രീയെ ഉയർത്തുന്നു. വിശ്വാസത്തോടെ യേശുവിനെ അനുഭവിക്കുന്നതിലും അന്വേഷിക്കുന്നതിലും നാം വ്യാപൃതരായാൽ നമുക്ക് രോഗശാന്തിയും വിടുതലും ലഭിക്കുമെന്ന് വചനം ഉറപ്പു നൽകുന്നു. നാം ദൈവത്തെ അനുഭവിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും പ്രാർത്ഥനയിലൂടെയാണ്. ഓരോ ദിവസവും കുറച്ച് സമയം ദൈവത്തോടൊപ്പം ഏകാന്തമായി ചെലവഴിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ വചനം വരച്ചു കാട്ടുന്നുണ്ട്. യേശുക്രിസ്തു അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനായി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. നമ്മുടെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളെ അടിച്ചമർത്തുന്ന ശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നവരാകരുത്. കാരണം ശിഷ്യന്മാർ യേശുവിനെ പ്രാർത്ഥനയിൽ കണ്ടപ്പോൾ അവിടുത്തെ അന്വേഷിക്കുന്ന ജനക്കൂട്ടത്തെക്കുറിച്ച് അറിയുന്നു. നാം ജനങ്ങളുടെ ആവശ്യങ്ങളല്ല നയിക്കപ്പെടേണ്ടത്. അതിനാൽ ശാരീരിക ആവശ്യങ്ങൾക്കപ്പുറം ആധ്യാത്മിക ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകി ജീവിക്കുവാൻ വചനം ആവശ്യപ്പെടുന്നു. ദൈവപിതാവിനോടൊപ്പം ഏകാന്തമായി ചിലവഴിച്ച് പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിത ദൗത്യം ഫലപ്രദമാക്കാം. പ്രാർത്ഥന ജീവിതത്തിൻ്റെ നിശ്വാസമാക്കി മാറ്റാം. പ്രാർത്ഥനയിലൂടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം നമ്മുടെ തകർന്ന ഹൃദയത്തെ സൗഖ്യപ്പെടുത്തും. പ്രാർത്ഥനയിലൂടെ നമ്മുടെയും അനേകരുടെയും രക്ഷയ്ക്കായി നമുക്ക് പരിശ്രമിക്കാം.